അസ്സാം വലൈക്കും. ബികോം BBA വിദ്യാർത്ഥികളോടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിൽ ബികോം BBA കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടി ഫസ്റ്റ് സെമസ്റ്ററിന് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളിൽ നിന്ന് കോമൺ കോഴ്സ് അറബിക് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികൾക്ക് കോമൺ കോഴ്സ് അറബിക്കിൽ പഠിക്കാനുള്ള പാഠപുസ്തകം ഏത്, ആ പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ത് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. ഏതായാലും നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊന്ന്, തുടർന്ന് നിങ്ങളുടെ കോമൺ കോഴ്സ് അറബിക്ക് പഠന വേളകളിൽ നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരുപാട് വീഡിയോകൾ ഇൻഷാ അല്ലാഹ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനു പുറമെ പുസ്തകങ്ങൾക്ക് പുറമെ ഗൈഡുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ പുസ്തകങ്ങൾക്ക് പുറമെ നിങ്ങൾക്കൊരു ഗൈഡായിട്ട്, അധ്യാപകർക്ക് പുറമെ ഒരു ഗൈഡായിട്ട് നിങ്ങൾക്ക് ചാനൽ ഉപയോഗപ്പെടുത്താം. +2 എന്ന പഠനകാലം വളരെ സുപ്രധാനമാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ. 10ാം ക്ലാസ് ഒരു കടമ്പയാണ്, മറ്റൊരു കടമ്പയാണ് +2. ഈ രണ്ട് കടമ്പകളും കടന്നുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് തുടർ വിദ്യാഭ്യാസത്തിന് ഡിഗ്രിക്കായി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. പ്രത്യേകിച്ച് ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളോട് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഡിഗ്രി പഠനകാലം എന്ന് പറയുന്നത് കരിയറിൽ നിങ്ങളുടെ ജീവിത രീതി ഗതി എങ്ങോട്ട് പോകുന്നു, നിങ്ങളുടെ കരിയർ ലൈഫ് എങ്ങോട്ട് തിരിയുന്നു എന്നതിന് വലിയ പങ്ക് വഹിക്കാൻ കഴിവുള്ള ഒരു കാലയളവാണ് നിങ്ങളുടെ ഡിഗ്രി പഠന കാലയളവ്. ഈ കാലയളവിൽ നിങ്ങൾ പഠിക്കുന്ന രീതി, പഠനത്തെ അഭിമുഖീകരിക്കുന്ന രീതി, പഠനത്തിൽ നിങ്ങൾ വരിക്കുന്ന അഭിവൃദ്ധി, ഇതൊക്കെ നിങ്ങളുടെ ഭാവി വിദ്യാഭ്യാസ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. കോമൺ കോഴ്സ് അറബിക്ക് ബികോം വിദ്യാർത്ഥികൾക്ക്, BBA വിദ്യാർത്ഥികൾക്ക് അവരുടെ 3 വർഷത്തെ ഡിഗ്രി കാലയളവിൽ 1 വർഷം മാത്രമാണ് പഠിക്കാനുള്ളത്. അത് 2 സെമസ്റ്ററുകളിലായിട്ട്. അതുതന്നെ ബികോം ഫിനാൻസ്, ബികോം കോർപ്പറേഷൻ, ബികോം CA, ഇങ്ങനെ പല ബികോമിന്റെ ശാഖകളും പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതിൽ ബികോം പ്രൊഫഷണൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ട്. അവർക്ക് ഒരു സെമസ്റ്ററിനും ഈ നമ്മുടെ സെയിം സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അതുകൊണ്ട് 1 വർഷം മാത്രം പഠിക്കാനുള്ള, അല്ലെങ്കിൽ കേവലം 2 സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഒരു വിഷയം എന്ന് കരുതി നിങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കാതെ, കോമൺ കോഴ്സ് സെക്കൻഡ് ലാംഗ്വേജ് അറബിക് ആയാലും, കോമൺ കോഴ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഇംഗ്ലീഷ് ആയാലും, മറ്റു കോർ പേപ്പറുകളായാലും മാക്സിമം സ്കോർ ചെയ്യുക, ആ വിഷയത്തിൽ മാക്സിമം മാർക്ക് ഉണ്ടാക്കുക എന്നതിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് ആ വിഷയത്തിൽ അവഗാഹം നേടുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ കൂടുതൽ മാർക്കുകൾ നേടാൻ കഴിയുന്നത്. ഏതായാലും അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുന്നു. അതിനായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. ബികോമുകാർക്ക്, BBAക്കാർക്ക് പഠിക്കാനുള്ള നിർദ്ദിഷ്ട പുസ്തകമാണ് അൽ അറബിയ്യത്തു ലിൽ മുതഖദ്ദിമീൻ. തഖദ്ദുമ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ്, ഡെവലപ്മെന്റ്, ഗ്രോത്ത് എന്നൊക്കെ അർത്ഥം. അപ്പൊ നിങ്ങളുടെ മുന്നേറ്റത്തിനായി അറബി ഭാഷ, മുന്നേറുന്നവർക്കായി അറബി ഭാഷ എന്നാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിന് നൽകപ്പെട്ട ഹെഡിങ്, ടൈറ്റിൽ. എന്നാൽ നിങ്ങളുടെ വിഷയത്തിന്റെ പേര്, നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പേര് കമ്മ്യൂണിക്കേറ്റീവ് അറബിക് എന്നാണ്. അറബി ഭാഷയല്ല, ഏതൊരു ഭാഷക്കും ഒരുപാട് തലങ്ങളുണ്ട്. അറബിയിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഫങ്ഷണൽ അറബിക്, കമ്മ്യൂണിക്കേറ്റീവ് അറബിക്, അറബിക് ലിറ്ററേച്ചർ, അങ്ങനെ പല ഭാഗങ്ങളും ഭാഷയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മലയാളം എടുത്തു നോക്കിയാലും മലയാളം ആശയവിനിമയം, മലയാളം ഭാഷാശാസ്ത്രം, മലയാളം ഭാഷാ സാഹിത്യം, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഓരോ ഭാഷയ്ക്കും പല തലങ്ങളുണ്ട്. കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു കോഴ്സ്, ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടിയാണ്. BBA ഒരു പ്രൊഫഷണൽ കോഴ്സ് കൂടിയാണ്. കാരണം ഇന്നത്തെ ബിസിനസ് മേഖലയിൽ അനിവാര്യമായ ഒരു ഘടകമാണ് അക്കൗണ്ടൻസി, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ്. അതുപോലെ ബിസിനസ് രംഗത്ത് അനിവാര്യമായ ഒരു ഘടകമാണ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ പ്രാഗൽഭ്യം നേടിയ ആളുകളുടെ, വിദ്യാസമ്പന്നരുടെ സാന്നിധ്യം. ബിസിനസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലല്ല, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിലോ ഒതുങ്ങിയതല്ല. ബിസിനസ് സർവ്വവ്യാപിയാണ്. ലോകം പരക്കെ
പരന്നു കിടക്കുന്ന മേഖലയാണ് ബിസിനസ് മേഖല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഓൺലൈൻ മേഖലയിലൂടെ അതിവേഗം ബിസിനസ്സുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആഗോളവൽക്കരണത്തിന് ശേഷം ലോകം ഒന്നായെങ്കിലും അതിൻ്റെ ഒരു വലിയ ഗ്രോത്ത് ഈ അടുത്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓൺലൈൻ രംഗത്ത് സോഷ്യൽ മീഡിയ വഴിയും മറ്റൊക്കെ ബിസിനസ്സുകൾ ഭാഷാ തടസ്സങ്ങളില്ലാതെ, ഭാഷാ അതിർവരമ്പുകളില്ലാതെ പ്രൊഡക്റ്റുകളുടെ വ്യാപനം, കച്ചവടങ്ങളുടെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയതായ ഒരു ഭാഷ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഭാഷയിൽ എത്ര അവഗാഹം നേടി എന്നുള്ളത് നിങ്ങളുടെ കരിയറിൽ സുപ്രധാനമാണ്. ബികോം പഠിച്ച ആള് ഒരു സെമസ്റ്ററിൽ അല്ലെങ്കിൽ 2 സെമസ്റ്ററിലാണ് നിങ്ങൾ അറബി ഭാഷ പഠിച്ചത് എങ്കിലും ആ 2 സെമസ്റ്ററിൽ നിങ്ങൾ കാര്യക്ഷമമായിട്ട് അറബി ഭാഷ പഠിക്കുമ്പോൾ, BBA പഠിച്ച ഒരാള് 2 സെമസ്റ്ററിൽ പഠിച്ച ഭാഷ കൊണ്ട് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇൻ അറബിക് എന്നത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ കരിയർ രംഗത്ത് എടുത്തു പറയത്തക്ക മുന്നേറ്റങ്ങൾ അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യം ഏറ്റവും കൂടുതൽ കച്ചവട രംഗത്ത് കടപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളോടാണ്. ആ സത്യം നിങ്ങൾ മറക്കാൻ പാടില്ല. ഇന്ത്യ മഹാരാജ്യം ഏറ്റവും കൂടുതൽ കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളോടാണ്. എസ്പെഷ്യലി കേരള, പ്രത്യേകിച്ചും കേരളത്തിൽ അറബി ഭാഷയുടെ, അറബ് എക്കോണമിയുടെ അല്ലെങ്കിൽ അറബ് ബിസിനസ് സാമ്രാജ്യങ്ങളുടെ സ്വാധീനം കേരളത്തിലെ എക്കോണമിയിൽ വല്ലാതെയുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ഭാവി രംഗത്തെ കണക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് 1 വർഷം നിങ്ങൾ പഠിക്കുന്ന, 2 സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് അറബിക് എന്ന ടോപ്പിക് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ നിങ്ങൾ പഠിക്കുന്ന കമ്മ്യൂണിക്കേറ്റീവ് അറബിക് സുന്ദരമായി പഠിക്കണം, മനോഹരമായി പഠിക്കണം. ലളിതമാണ്, വളരെ ലളിതമായി നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും. മറ്റൊരു കാര്യം, നിങ്ങൾ +2 അറബിക്ക് പഠിച്ച് വന്നവരാണ്, വലിയ മാർക്ക് സ്കോർ ചെയ്തവരാണ് നിങ്ങളൊക്കെ. മാത്രവുമല്ല +2 നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഭാഷയുടെ വലിയൊരു ഭാഗം തന്നെയാണ്. എന്നിട്ട് നിങ്ങളത് വലിയ രീതിയിൽ പഠിച്ചെടുത്തു. എന്നാൽ ബികോം എന്ന് പറയുന്ന കൊമേഴ്സിന്റെ ഒരുപാട് പേപ്പറുകളുടെ, അക്കൗണ്ടൻസിയുടെ അല്ലെങ്കിൽ BBAയുടെ ഒക്കെ ഒരുപാട് പേപ്പറുകൾ പഠിച്ചെടുക്കാനുള്ള അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊണ്ട് വളരെ ലഘൂകരിക്കപ്പെട്ട ഒരു സിലബസ് ആണ് നിങ്ങൾക്ക് ഡിഗ്രിക്ക് പഠിക്കാനുള്ളത്. ഒരു പക്ഷേ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതിനേക്കാളും ലളിതമായിരിക്കും, സിമ്പിൾ ആയിരിക്കും അറബിക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ വർഷം അല്ലെങ്കിൽ ഈ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ബികോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത് എന്ന് പരിശോധിച്ച് നോക്കാം. അൽ അറബിയ്യത്തു ലിൽ മുതഖദ്ദിമീൻ, അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ഇതാണ് അൽ അറബിയ്യ ലിൽ മുതഖദ്ദിമീൻ. ഈ പാഠപുസ്തകം അതിന്റെ ആ ചട്ട നോക്കിയാൽ തന്നെ കാണാം. കിതാബുൻ മുഖററുൻ ലിദ്ദൗറത്തിൽ ആമ്മ ലി ബക്കാലൂരിയൂസ് ഫി തിജാറ വൽ ബക്കാലൂരിയൂസ് ഫി ഇദാറത്തിൽ ആമാൽ. 2 പദങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കുക. ബക്കാലൂരിയൂസ് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ എന്നാണ്. ബികോം എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് എന്നതിന് അറബിയിൽ തിജാറ എന്ന് പറയാം. അപ്പൊ ബക്കാലൂരിയൂസ് ഫി തിജാറ എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് കൊമേഴ്സ് എന്ന് അർത്ഥം. അപ്പോൾ ബികോം എന്നതിന്റെ പദം നിങ്ങൾ ഓർത്തു വെക്കുക. BBAക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. ബക്കാലൂരിയൂസ് ഫി ഇദാറത്തിൽ ആമാൽ, ഇദാറത്തുൽ ആമാൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇദാറത്തുൽ ആമാൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ BBA എന്ന് പറഞ്ഞതാണല്ലോ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഈ 2 വിഷയങ്ങൾക്കായി തയ്യാർ ചെയ്യപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് അതാണ് അൽ അറബിയ്യ ലിൽ മുതഖദ്ദിമീൻ, പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് ഫോർ ഫസ്റ്റ് സെമസ്റ്റർ ബികോം BBA യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. ഇനി ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ടെക്സ്റ്റ് ബുക്ക് ചട്ടൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, പല ആളുകളും അറബി എന്ന് കേൾക്കുമ്പോൾ ഇതൊരു വിദേശ ഭാഷയല്ല, അല്ലെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് അല്ലേ, മലയാളികളായ നമുക്ക് മലയാളം ആയിരിക്കും നല്ലത്, അറബി എങ്ങനെയാണ് പഠിച്ചെടുക്കുക എന്നൊക്കെ ചിന്തിക്കും. വളരെ ലളിതമാണ്. നമ്മുടെ മലയാള ഭാഷയെ പോലെ തന്നെ മനോഹരമാണ് അറബി ഭാഷയും. മലയാള ഭാഷയേക്കാൾ സുന്ദരമായി ചിലപ്പോൾ നമുക്ക് അറബി ഭാഷയിലെ പല പ്രയോഗങ്ങൾ കൊണ്ട് ആശയവിനിമയം നടത്താൻ പറ്റും. മലയാളികൾ തന്നെ അറബികളിൽ നിന്ന് കടമെടുത്ത പല വാക്കുകളും സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നു. നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഹല്ലി വല്ലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സുറ എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലയിടത്ത് അറബി ഭാഷ വളരെ മനോഹരമായിട്ട് പ്രയോഗിക്കാൻ കഴിയും. ഏതായാലും വളരെ
കുറച്ച് ലളിതമായി പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ കഴിയുന്ന പാഠങ്ങളുടെ ഒരു ഇനമുണ്ട്. എത്ര പാഠങ്ങൾ പഠിക്കാം? 10 11 പാഠമൊക്കെയാണ് നമുക്ക് ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ള സമയം ലഭിക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ള പാഠഭാഗങ്ങളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഇനം ഹിവാറാത്താണ്. നിങ്ങൾ ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും. ഹിവാർ, സംഭാഷണം. 10ാം ക്ലാസ്സിലൊക്കെ ഞങ്ങൾ എഴുതി ഫുൾ മാർക്ക് വാങ്ങിയതാണ് ഹിവാറൊക്കെ. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, സബാൽ ഖൈർ, സബാഹൻ നൂർ, മിൻ അയ്ന തജി ഇലാ അയ്ന ദാഹിബ്. ഇതൊക്കെയാണ് സംഭാഷണം, അറബിയിലെ സംഭാഷണം. അതന്നെ ഉള്ളൂ. നിങ്ങളുടെ കോഴ്സ് വലുതായിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതിയിട്ട് നമുക്ക് നമ്മുടെ സംഭാഷണ ശൈലി മാറ്റാൻ പറ്റൂലല്ലോ. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച 8ലും 9ലൊക്കെ പലപ്പോഴായിട്ട് വന്ന സംഭാഷണങ്ങൾ, +1നും +2നും പഠിച്ച അതിന്റെ ചില ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് കൊമേഴ്സ് ആയ വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടുന്ന പാഠഭാഗങ്ങളാവുമ്പോൾ ബാങ്കിൽ നിന്നുള്ള സംഭാഷണം, അതുപോലെ ബിസിനസ് സംബന്ധമായ ചില വാക്കുകൾ വരുന്ന സംഭാഷണം, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഹിവാറാത്ത്. ആ ഹിവാറാത്തിൽ ഒന്ന് ഒരു അൽ മുഖാബലയാണ്. മുഖാബല എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ. ബാച്ചലർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, അതിന് ആ വിദ്യാർത്ഥി നൽകുന്ന മറുപടികൾ, അങ്ങനെയുള്ള ചില ഭാഗമാണ് അൽ മുഖാബല എന്ന ഒന്നാമത്തെ പാഠത്തിൽ ചെറിയൊരു ഹിവാർ. രണ്ടാമത്തത് ഫിൽ മസ്രിഫ്, ബാങ്കിലാണ്. ബാങ്കിൽ നടക്കുന്ന ഒരു ഹിവാർ. ബാങ്ക് ആകുമ്പോൾ അവിടെ ചെക്ക് എന്നുള്ളതിന് ഉള്ള പദങ്ങൾ ഉണ്ടാകും. ബാങ്ക്, അക്കൗണ്ട്, ട്രാൻസ്ഫർ, അങ്ങനത്തെ ചില പദങ്ങൾ അതിൽ കടന്നു വരും. അതാണ് രണ്ടാമത്തെ ഫിൽ മസ്രിഫ്. മൂന്നാമത്തത് തീർത്തും വ്യത്യസ്തമായിട്ട് ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, സംഭാഷണം തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ തിരുദൂതർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് എടുത്തുകൊണ്ടാണ്. ആ ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു സംഭാഷണം, 2-3 ആളുകളുടെ ശബ്ദം എടുക്കുന്ന സമയത്ത് അവർ പറയുന്ന പ്രയോഗങ്ങളും ഒക്കെ സംഭാഷണമാണ്. ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച സംഭാഷണ ശൈലി, ആ സംഭാഷണ ശൈലിയും ഇന്ന് ആധുനിക ലോകത്ത് ഒരു മനുഷ്യൻ ബാങ്കിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകുന്ന സംഭാഷണ ശൈലിയിലും സാമ്യതകളുണ്ട്, നേരിയ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ ഒരു കമ്പാരിങ് കൂടി നമുക്ക് ഇതിലൂടെ സാധ്യമാകും. സംഭാഷണത്തിന്റെ എല്ലാ തലങ്ങളും, എക്സിക്യൂട്ടീവായിട്ട് എങ്ങനെ സംസാരിക്കണം, ഒഫീഷ്യലായിട്ട് എങ്ങനെ സംസാരിക്കണം, പക്ക ഫ്രണ്ട്ലി എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കും. ഒരു ഭാഷ എന്ന് പറയുന്നത്, ഭാഷ പഠിക്കുമ്പോൾ അതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു രീതിയാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എങ്ങനെ നടത്തും എന്നുള്ള പഠനം. അപ്പോൾ ആശയവിനിമയം നടത്താൻ പഠിക്കൽ വളരെ എളുപ്പമാണ്. ഭാഷയിലെ സാഹിത്യം പഠിക്കാൻ വളരെ പ്രയാസമാണ്. ഭാഷാ സാഹിത്യം, മലയാള സാഹിത്യം, ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു കാര്യമാണ് മലയാള സാഹിത്യം. ഈ സാഹിത്യത്തിൽ തന്നെ പലതും നമുക്ക് വാക്കർത്ഥങ്ങൾ ലഭിച്ചുകൊള്ളണമെന്നില്ല. ചില കവിതകൾ കേട്ടാൽ അത് മലയാളമാണോ എന്ന് പോലും സംശയിച്ചു പോകും. ഭജനം ഭൂജനമാരാധനയും സാധനയും ഹേ നിർത്തുക സാധോ, നിജദേവാലയമൂലയിലെന്തിനിരിക്കുന്നു നീ രുദ്രകവാടം, നിഭൃതമിരുട്ടിൽ നിഗൂഢമിരുന്ന് നീ ധ്യാനിക്കും ദൈവതമവിടെ നിലകൊള്ളുവീല എന്നൊക്കെ പറഞ്ഞു പോകുന്ന മലയാള കവിതകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് കേൾക്കാത്ത ആളുകൾ ഇത് മലയാള കവിതയാണോ എന്ന് സംശയിച്ചു പോകും. അപ്പൊ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാനുണ്ട്. വലിയ ലോകമാണ് സാഹിത്യം, അനന്ത സാഗരമാണ്. ഒരുപക്ഷെ ആ അനന്തസാഗരത്തിന്റെ തിരമാലകൾ മാത്രമാണ് നമ്മൾ കാണുക, ആ തിരമാലകളുടെ ഭംഗി മാത്രമാണ് നമ്മൾ ആസ്വദിക്കുക. അതിനാഴത്തിലുള്ള മുത്തുകള്, പവിഴങ്ങള് ഒന്നും നമ്മൾ കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷെ ആ തിരമാല കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സംഭവമായി തോന്നുന്നു. അതിനപ്പുറമുള്ള മുത്തുകളും പവിഴങ്ങളും കൂടി കണ്ടുപോയാലോ. ഏതായാലും സാഹിത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലോകമാണ്. ഏതായാലും 3 സംഭാഷണങ്ങൾ അടങ്ങുന്ന അതിലൊന്ന് ഹദീസും അതിലും സംഭാഷണമുണ്ട്. അങ്ങനത്തെ ഹിവാറാത്ത് എന്ന ഒരു യൂണിറ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ യൂണിറ്റ് ദിറാസാത്തുൻ വഖസസുൻ, ചില പഠനങ്ങൾ, ചില കഥകൾ. ചില കഥകൾ എന്ന് പറയുമ്പോൾ കുറെ കഥകളൊന്നും, ഒരു കഥയേ ഉള്ളൂ. അതിൽ ഒന്നാമത്തത് അഷറു വസായാലി നജാഹി ഫിൽ ഹയാത്തിൽ അമലിയ. രണ്ടാമത്തെ യൂണിറ്റ് ദിറാസാത്തുൻ വഖസസു ആണ്. അതില് അഷറു വസായാലി നജാഹി ഫിൽ ഹയാത്തിൽ അമലിയ, നമ്മുടെ ജോലി മേഖലയിൽ, കർമ്മ മേഖലയിൽ നമുക്ക് പുരോഗതി കൈവരിക്കാനുള്ള 10 ഉപദേശങ്ങൾ.
നമ്മൾ പറഞ്ഞു ബിസിനസ്സാണ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്, ബിസിനസ് എന്റർടൈൻമെന്റ് ആണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് വിജയം കൈവരിക്കാനുള്ള, കണ്ടോ, ഭാഷ പഠിപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നിങ്ങളുടെ കൊമേഴ്സിന്, നിങ്ങളുടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷന് സഹായകമാകുന്ന ഒരു ചാപ്റ്റർ. അതാണ് അഷറു വസായ ലിൻ നജാഹി ഫിൽ ഹയാത്തിൽ അമലിയ. രണ്ടാമത്തത് മഅൽ ഉലമ, അതൊരു പഠനമാണ്, പണ്ഡിതർക്കൊപ്പം. പണ്ഡിതർക്കൊപ്പം എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന മഹത്തായ മതം, ആ മതത്തിന് അല്ലെങ്കിൽ ആ മതത്തിന്റെ വക്താക്കൾക്ക് സാഹിത്യ ലോകത്ത്, അറിവിന്റെ ലോകത്ത്, ചരിത്ര ലോകത്ത്, ശാസ്ത്ര ലോകത്തൊക്കെ വലിയ വലിയ സംഭാവനകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മെഡിസിൻ രംഗത്തെ അതിപ്രശസ്തനായ, അല്ലെങ്കിൽ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഇബ്നു സീന, അവിസന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു സീന, ശാസ്ത്രീയ രംഗത്തെ അതിനൂതന കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തിന്റെ കയ്യടികൾ നേടിയ ഇബ്നു ഹൈസം, പ്രകാശവർഷം എന്ന് അമേരിക്ക പോലും അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വർഷം ആഘോഷിച്ചു. അങ്ങനെയുള്ള ഇബ്നു ഹൈസം, ഇബ്നു സീന, ഫാറാബി, അൽബിറൂനി, അങ്ങനെ ഒരുപാട് ആളുകളെ കുറിച്ച് നാം വിസ്മരിച്ചു പോകരുത്. ബിസിനസ് പഠിച്ചാലും കൊമേഴ്സ് പഠിച്ചാലും ഒക്കെ അറബി ഭാഷയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ലോകത്തിനുള്ള സംഭാവനകൾ നമുക്ക് വിസ്മരിച്ചു പോകാൻ കഴിയില്ല എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു പാഠം മഅൽ ഉലമ. മറ്റൊന്ന്, നമ്മൾ എത്ര വളർന്നാലും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചേർക്കപ്പെട്ട, നമ്മുടെ ശരീരത്തിൽ മുറിച്ചു മാറ്റിക്കളയാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ പേരാണ് പൊക്കിൾക്കുടി ബന്ധം എന്ന്. ആ ബന്ധം കടപ്പെട്ട് കിടക്കുന്നത് നമുക്ക് ജന്മം നൽകിയ മാതാവിനോടാണ്. ഹബ്ബുലും മാതൃസ്നേഹത്തിന് ഉദാഹരണം പറയുന്ന, അല്ലെങ്കിൽ മാതൃസ്നേഹം നമ്മുടെ മനസ്സിൽ തികട്ടി വരുന്ന രീതിയിലുള്ള ഒരു ചെറിയ കഥ, ഒരാളുടെ അനുഭവത്തിലൂടെ വരുന്ന ഒരു കഥ. മറ്റൊന്ന് ഷുറൈഹുൽ ഖാലി, ഒരു ചരിത്ര കഥയാണ്. ഷുറൈഹുൽ ഖാലി, ഒരു ഖാലിയുടെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മുന്നിൽ പോലും അടിപതറാതെ സത്യത്തോടു കൂടി വിധി നിർണയം പുറപ്പെടുവിച്ച ഷുറൈഹ് എന്നവരുടെ ചരിത്രം. അങ്ങനെ ഒരു ചരിത്രം, പഠനം, കഥ, ഇങ്ങനെയൊക്കെയുള്ളതാണ് ദിറാസാത്തുൻ വഖസസുൻ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. മൂന്നാമത്തത് മസ്റഹിയ്യ, നാടകമാണ്. സാഹിത്യത്തിന്റെ വലിയ കോണുകളിലേക്കൊന്നും നമുക്ക് പഠിക്കാനില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒരു നാടകം പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു നാടകമാണെങ്കിലും സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഹിവാർ മോഡൽ, അതോടൊപ്പം തൗഫീഖുൽ ഹക്കീമിൻ എന്ന എഴുത്തുകാരൻ്റെ രസകരമായ ഫിലോസഫിക്കലായിട്ടുള്ള ചെറിയ ചെറിയ സംഭാഷണ ശകലങ്ങളിലൂടെ കടന്നു പോകുന്ന ഷംസുൻ നഹാർ എന്ന നാടകം വളരെ രസകരമാണ്. മസ്റഹിയ എന്ന് പറഞ്ഞ ഒരു ഡ്രാമ പ്ലേ. നമ്മൾ ആ നാടകം വായിക്കുന്നതോടുകൂടി നമ്മളൊരു നിമിഷം ഷംസുൻ നഹാറിന്റെ കൊട്ടാരത്തിലേക്കും, അവിടെ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് സുഖലോലുപതയിൽ നിന്ന് ഖമറുസമാൻ ഇറക്കിക്കൊണ്ടുവന്ന് ശൂന്യതയിലൂടെ കൊണ്ടുപോയി ഒരു രാജകുമാരിയെ മീൻ പിടിക്കുന്നതും മീൻ വറുക്കുന്നതും പഠിപ്പിക്കുന്ന അതിരസകരമായ ഒരു നാടകം ഷംസുൻ നഹാർ. അതാണ് മൂന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. നാലാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് എന്ന് ഞാൻ പറയൂല, കാരണം നിങ്ങൾ പഠിച്ചതാണ്. അതൊന്ന് ഓർക്കാനുള്ളത് അൽ മുറാസലാത്തു, കറസ്പോണ്ടൻസ്, കത്തുകൾ എഴുതുന്നത്. കത്തെഴുതാന്ന് കേൾക്കുമ്പോഴത്തേന് നിങ്ങൾ മിൻ ഇല എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കത്തെഴുതുമ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് എങ്ങനെ, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെ എന്നൊക്കെ പഠിപ്പിക്കുന്ന ചില എക്സാമ്പിൾ വെച്ച 4 യൂണിറ്റ്. ഇത്രയുമാണ് നിങ്ങൾക്ക് BCom BBA കോമൺ കോഴ്സ് അറബിക്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഓരോ പാഠവും എങ്ങനെ പഠിക്കണം, ആ പാഠത്തിൽ നിന്ന് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് വരിക, അത് എങ്ങനെ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും, ഫുൾ മാർക്കിന് പഠിക്കാൻ സമയമില്ലാത്തവർക്ക് ആവറേജ് മാർക്കിന് എങ്ങനെ പഠിക്കണം തുടങ്ങിയ വീഡിയോകൾ, തുടങ്ങിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോകൾ വീക്ഷിക്കുക. ഇത്ര നേരം ശ്രമിച്ചതിന് നിങ്ങൾക്ക് നന്ദി. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.